നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത കണ്ടപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചു. പരിശോധിച്ചപ്പോൾ അത് 100% സത്യമാണ്. ഇന്നത്തെ കാലത്ത് സത്യവും അതുപോലെ തന്നെ നുണയും ഒരേ രീതിയിൽ തന്നെ ആളുകളെ വിശ്വസിപ്പിക്കും വിധം സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് നുണയാണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുക്കാറുണ്ട്. എന്തായാലും ഈ വാർത്ത 100% ശരിയാണ്. അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ചില ആളുകൾക്കൊക്കെ കുരു പൊട്ടി, അവരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി ഇത്തരത്തിലൊരു വിവരം അറിഞ്ഞപ്പോൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ മാർപ്പാപ്പയെയൊക്കെ ട്രോൾ ചെയ്യുന്നതും കളിയാക്കിയിരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ വേഷമണിഞ്ഞു വരെ ട്രംപ് ഞാൻ അതിനേക്കാൾ മേലെയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. എന്തായാലും ഇപ്പോൾ ഇറാൻ അംബാസിഡർ, വത്തിക്കാനിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഹുസൈൻ മുഖ്താരി എന്ന് പറയുന്ന വ്യക്തിക്ക് പോപ്പ് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം ഒരു ഉന്നത ബഹുമതി കൊടുത്തിരിക്കുകയാണ്. വത്തിക്കാന്റെ ഒരു ഉന്നത ബഹുമതി, ഓർഡർ ഓഫ് പയസ് 9 എന്നാണ് ബഹുമതിയുടെ പേര്. ഇറാൻ അംബാസിഡർക്ക് എന്തിന് ഈ ബഹുമതി കൊടുത്തു എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിച്ചാലാണ് നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ വക നൽകുന്നത്. അതായത് ലോക സമാധാനത്തിനു വേണ്ടി വലിയ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി, അങ്ങനെ ഇടപെടൽ നടത്തിയപ്പോഴാണ് ഇവിടെ ഇറാന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഇറാൻ അത്തരത്തിലൊരു ബഹുമതിക്ക് അർഹരായത് എന്ന ഒരു വിശദീകരണമാണ് വത്തിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ട്രംപ് എന്തിന് മാർപ്പാപ്പയെ എതിർത്തു, എന്തിന് ക്രൈസ്തവ വിശ്വാസികളെയൊക്കെ കളിയാക്കി ട്രോളി എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ്. ട്രംപിന്റെ കിളി പോയിരിക്കുന്നു, കണ്ണ് തള്ളിയിരിക്കുകയാണ്. ട്രംപ് എന്തായാലും ഇപ്പോൾ ചൈനയിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചൈനയിൽ പോയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് രസകരമായ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ വാർത്തകൾ വരുന്ന സമയത്ത് തന്നെയാണ് വത്തിക്കാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത്. ലോക സമാധാനത്തിനു വേണ്ടി ഇറാൻ ഇടപെട്ടു. ട്രംപിന്റെ ഭാഷയിൽ ഇറാൻ ഭീകരവാദികളാണ്, മതരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്, സമാധാനം ഇല്ലാതാക്കുന്നതിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലസ്തീനു വേണ്ടി ഇറാൻ നടത്തിയ ഇടപെടൽ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ പൊരുതി നിൽക്കുന്ന ഇറാൻ, അവർ ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഈ ഇടപെടലൊക്കെ നടത്തുന്നത് എന്ന് മാർപ്പാപ്പ തന്നെ പറഞ്ഞിരിക്കുകയാണ്. പറയുക മാത്രമല്ല, ഇറാനെ അംഗീകരിച്ചതിന്റെ ഭാഗമായി വത്തിക്കാനിലെ ഇറാൻ അംബാസിഡർക്ക് ഒരു ഉന്നത ബഹുമതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആർക്കും എടുത്തു കൊടുക്കുന്ന ഒരു ബഹുമതിയല്ല ഓർഡർ ഓഫ് പയസ് 9 എന്ന് പറയുന്ന ഈ ഒരു ബഹുമതി. പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ അത് ശരിയായിരിക്കുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായി. എന്തായാലും ഇറാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് വത്തിക്കാന്റെ പിന്തുണയുണ്ട്, ഫലസ്തീനികൾക്ക് വത്തിക്കാന്റെ പിന്തുണയുണ്ട്, മാർപ്പാപ്പയുടെ പിന്തുണയുണ്ട്. നേരത്തെ ഇവിടെ അന്തരിച്ച മാർപ്പാപ്പ ഫലസ്തീനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച, കരഞ്ഞ ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ മാർപ്പാപ്പയും ട്രംപിന് ദഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അത് ട്രംപിന്റെ പല പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും മാർപ്പാപ്പ വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുന്നു. ട്രംപിനെ കണ്ണ് തള്ളിച്ചുകൊണ്ട്, ട്രംപിന്റെ കിളി പറത്തിക്കൊണ്ട് ഇവിടെ ഇറാൻ അംബാസിഡർക്ക് ഒരു ഉന്നത ബഹുമതി അദ്ദേഹം കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.